ഹായ്, നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ DJI Mini 4 Pro, അതും അതിൻ്റെ റിമോട്ട് RC2. ഈ രണ്ട് ഡിവൈസിൻ്റെയും ആക്ടിവേഷനും പിന്നെ ഇതെങ്ങനെ ഈ RC2ഉം ഈ ഡ്രോണും തമ്മിൽ എങ്ങനെയാണ് പെയർ ചെയ്യുന്നതെന്നും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ദ ചാനൽ ദ മാൻ വിത്ത് തേർഡ് ഐ. ഇനി നമുക്ക് RC റിമോട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇത് ഓൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പവർ ബട്ടൺ ജസ്റ്റ് സിംഗിൾ പ്രസ് ചെയ്യുക, എന്നിട്ട് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് ഓണാവും. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം സിംഗിൾ പ്രസ് ചെയ്തപ്പോൾ ഇൻഡിക്കേഷൻ വന്നു. എന്നിട്ട് ലോങ് പ്രസ് ചെയ്യാം. ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ റിമോട്ട് ഓണായി. അപ്പം അത് ഫാനിൻ്റെ സൗണ്ടും ഒക്കെ നമുക്ക് ശരിക്കും കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ലെവല് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. അപ്പം ഇതിൻ്റെ വെൽക്കം സ്ക്രീന് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് സ്ക്രീനിൽ ഇതിൻ്റെ ലാംഗ്വേജ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ലാംഗ്വേജ് നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, അത് നമ്മൾ എഗ്രി ചെയ്യുക. പിന്നെ നമ്മൾ ഉള്ള കൺട്രി റീജിയൻ ചോദിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കുവൈത്തിലായതുകൊണ്ട് കുവൈത്ത് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കുവൈത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടിക്ക് മാർക്ക് വരും. അപ്പോൾ നിങ്ങൾ ഇന്ത്യ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയിലാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ ടിക്ക് മാർക്ക് വരും. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ വൈഫൈ കണക്ട് ചെയ്യാൻ പറയും. അപ്പോൾ വൈഫൈ കണക്ട് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ടൈം സെറ്റ് ചെയ്യാൻ പറയും. നമ്മളെ ടൈം സോണ് സെറ്റ് ചെയ്യുക. നമ്മൾ ഇവിടെ വന്നിട്ട് ടൈം സോൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് പിക്ക് ചെയ്യും. കാരണം നിങ്ങളെ ടൈം സോൺ ഓൾറെഡി നെറ്റ്വർക്ക് കണക്റ്റ് അല്ലേ. ആ നെറ്റ്വർക്ക് വൈഫൈ കണക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏത് കൺട്രിയിലാണോ നിങ്ങളുള്ളത് ആ ഒരു കൺട്രിയിലെ ആ ഒരു ടൈം സോൺ വെച്ചിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് പിക്ക് ചെയ്യും. ഇപ്പോൾ സമയം വൈകുന്നേരം 5 മണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഈ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ 17 കാണിക്കുന്നുണ്ട്. 5 മണി 19/4/2024 ഡേറ്റ്. ഇത് ഷൂട്ട് ചെയ്യുന്ന ഡേറ്റ് അതാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്കിവിടെ ഒരു DJIയുടെ ലോഗിൻ യൂസർ നെയിമും പാസ്വേഡും ചെയ്യാൻ പറയും. അപ്പോൾ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങൾ ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തിട്ട് ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. യൂസർ നെയിമും പാസ്വേഡും ഉണ്ടെങ്കിൽ ആ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ കൊടുത്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യാം. ഇപ്പം നമ്മൾ ലോഗിൻ ചെയ്തു, യൂസർ നെയിമും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ആക്ടിവേറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ RC2 നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ജസ്റ്റ് ആക്ടിവേറ്റ് പ്രസ് ചെയ്യാം. ജസ്റ്റ് ആക്ടിവേറ്റ്. ഇപ്പോൾ വെൽക്കം സ്ക്രീൻ വന്നു. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് എ ഗൈഡ് ടു ഹൗ ടു യൂസ് ദിസ് പ്രോഡക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് കാണിക്കും സ്ക്രീനിൽ. ഇതെല്ലാം നമുക്ക് ഓരോരോ ബട്ടൺ, ഈ RC2ൻ്റെ ബട്ടണുകൾ കാര്യങ്ങൾ എല്ലാം എവിടെയാണ്, എന്ത് ഫങ്ഷനാണ് വരുന്നത് എന്നുള്ളതെല്ലാം ഇവിടെ കാണിക്കും. ലെഫ്റ്റ് ഡയൽ, റൈറ്റ് ഡയൽ, പിന്നെ ബട്ടൺ ഓവർവ്യൂ, പിന്നെ അങ്ങനെ ബ്രേക്ക്, സ്വിച്ച് ഫ്ലൈറ്റ്, അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാ ബട്ടണും കസ്റ്റമൈസബിൾ 2 ബട്ടണാണിത്, C1 C2. പിന്നെ അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ്, ഇപ്പോൾ ഈ കാണുന്ന ഇൻഡിക്കേറ്റേഴ്സ് അത് എല്ലാം എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പം ഇവിടെ ഒരു റെഡ് കാണിക്കുന്നില്ലേ, ആ റെഡ് കാണിക്കുന്നത് റെഡ് ആണെങ്കിൽ അത് എയർക്രാഫ്റ്റ് നോട്ട് കണക്റ്റഡ്. അതിപ്പോൾ റെഡായിട്ട് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ എയർക്രാഫ്റ്റ് കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് റെഡായിട്ട് കാണിക്കുന്നത്. പിന്നെ സോളിഡ് ഗ്രീൻ ആണെങ്കിൽ എയർക്രാഫ്റ്റ് കണക്റ്റഡ് ആണ്. ഇപ്പോൾ യെല്ലോ ആണെങ്കിൽ ഫേംവെയർ അപ്ഡേറ്റ് ഫെയിൽഡ് ആണ്. ഇതുപോലെ നമുക്കത് ഇത് കഴിഞ്ഞിട്ട് അത് എയർക്രാഫ്റ്റ് കൂടി കണക്ട് ചെയ്ത് നോക്കാം.
പിന്നെ അതിൻ്റെ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ ഉണ്ട്, അതിൻ്റെ എന്തെല്ലാമാണ് അതിൻ്റെ ഓപ്ഷൻസ് എന്നുള്ളത് നിങ്ങൾ വായിച്ച് നോക്കുക. പിന്നെ ഇതിൻ്റെ ആൻറ്റിനയുടെ പൊസിഷൻ എങ്ങനെ വേണം, ഇത് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെ വേണം എന്നുള്ളതെല്ലാമാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗോ ടു DJI ഫ്ലൈ എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്കൊരു സ്ക്രീനിൽ അതിൻ്റെ ഡാറ്റാസ് കാണിക്കും. ഒരു വീഡിയോ നല്ല ക്ലാരിറ്റി ഉള്ള സ്ക്രീനാണ് കേട്ടോ, നല്ല അടിപൊളി സ്ക്രീനാണ്. നമുക്ക് ഇത് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് നല്ല എഫക്റ്റീവ് സ്ക്രീൻ തന്നെയാണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇൻഫർമേഷൻ അതനുസരിച്ച് GPS ഇൻഫോ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നു. DJI പ്രൊഡക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് പ്രോജക്റ്റ് അതിൻ്റെ ഇതിൽ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ജോയിൻ ചെയ്യാം. ഇനി വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നെ ജോയിൻ ചെയ്യാം. അതിനെ നോട്ട് നൗ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ സ്ക്രീനിലേക്ക് ഇപ്പം നമ്മൾ വന്നു. ഇപ്പം ഓരോരോ കാര്യങ്ങളും എന്താണെന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം താഴെയുള്ള കണക്ഷൻ ഗൈഡ് അത് എന്താണെന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്, ഇതെങ്ങനെയാണ് ഇതുള്ളതെന്ന്. അപ്പം ഇതിൽ നമ്മൾ ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ DJI RC2ൻ്റെ സ്ക്രീൻ. ഈ സ്ക്രീനിൽ നമുക്ക് വേറെ കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇവിടെ ആൽബം, സ്കൈ കാര്യങ്ങളെല്ലാം അത് നമുക്ക് പിന്നെ നോക്കാം. അത് ഫ്ലൈ ചെയ്യിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്കത് പറയാം. ഇതിപ്പോൾ നമ്മൾ DJI RC2 നമ്മൾ ആക്ടിവേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ RC2 നമ്മളെ ഡ്രോണുമായിട്ട് കണക്ട് ചെയ്യണം, അത് പെയർ ചെയ്യണം. അതിന് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഈ നമ്മൾ DJIയുടെ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് DJIൻ്റെ പവർ ബട്ടൺ, ഇത് ഡ്രോണിൻ്റെ പവർ ബട്ടൺ. ഇത് നമ്മൾ RC2 ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു സിംഗിൾ പ്രസ് ചെയ്യുക, എന്നിട്ട് ലോങ് പ്രസ് ചെയ്യുക. ആ സമയത്ത് ഇത് സ്റ്റാർട്ട് അതായത് ഫ്ലൈറ്റ് DJI എയർക്രാഫ്റ്റ് ഓണാവും. ഓണായി കഴിഞ്ഞാൽ ഇത് സ്കാൻ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ RC2 ആയി കണക്റ്റ് ആവും. ഇപ്പം ഡ്രോൺ ഓൺ ആയിട്ടുണ്ട്. അതിപ്പം സെർച്ച് ചെയ്യുന്നുണ്ട്. സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ RC2 കണ്ടോ, RC2 നമുക്ക് ഇത് ആക്ടിവേറ്റ് DJI ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓട്ടോമാറ്റിക് വന്നു. ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എഗ്രി നമ്മൾ ക്ലിക്ക് ചെയ്തു. അത് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡ്രോണും ആക്ടിവേഷൻ സക്സസ്ഫുൾ. അപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. നമ്മളെ ഡ്രോണും RC2 തമ്മിൽ റെഡി ആയിട്ടുണ്ട്. എയർക്രാഫ്റ്റ് സക്സസ്ഫുള്ളി ബോണ്ട് വിത്ത് ഡിവൈസ്. അപ്പം ഈ DJI ഡ്രോണും അതിൻ്റെ RC2 തമ്മിൽ എങ്ങനെയാണ് പെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഫേംവെയർ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കാണാം. ബൈ.